കേക്കും ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ. കേക്കും ചായക്ക് വേണ്ടിയൊന്നും അങ്ങനെ വരണ്ടെന്നൊരു പറഞ്ഞായിരുന്നോ? പറഞ്ഞോട്ടെ, എന്താ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? അവർക്ക് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? നിങ്ങൾക്ക് കേക്ക് വേണോ? നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. അവർക്ക് പറയാനുള്ള അവകാശമില്ലേ? മെത്രാന്മാർക്ക് പറയാനുള്ള അവകാശമില്ലേ? ബിജെപി സംസ്ഥാന നേതൃത്വം ഇതൊക്കെ പറയുന്നു, അതായത് കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ പൂർണ്ണമായും ഇതിനെ എതിർത്ത് അവർ മതപരിവർത്തനം നടത്താനാണ് അവിടെ എത്തിയത് എന്നുള്ള നിലപാട് അല്ല രാജീവ് ചന്ദ്രശേഖരന്റെ പോലെ വിമർശനം ഞാൻ കണ്ടില്ല. ഇതാണോ നമ്മുടെ സൈബറാണോ? ആ, അതറിയാവോ? സൈബർ കണ്ടിട്ട് പേടിക്കണ്ട. അത് സഹാക്കന്മാരും കോൺഗ്രസ്സുകാരും സംഘികളാവും. സംഘികൾ കയറിയിട്ട് അപ്പുറത്ത് ഗോവിന്ദൻകുട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. ഇതിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഈ കേസിൽ? ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം സബ് ജുഡീസ് ആണ്, കോടതിയിലുള്ള കാര്യമാണ്, അവിടെയല്ല തീരുമാനിക്കുന്നത്. അല്ല, ഇല്ലെന്നാണ് BJP സംസ്ഥാന നേതൃത്വം പറയുന്നത്. മതപരിവർത്തനം അദ്ദേഹം മന്ത്രിയല്ല, ഞാൻ മന്ത്രിയാണ്. അല്ല, അത് അല്ലല്ല, അങ്ങനെയല്ല. ദേഷ്യപ്പെടേണ്ടത് ഇത് സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രിമാർക്ക് പറയാം, അതൊരു കീഴ്വഴക്കാണ്, നിയമമാണ്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞത്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത്, ഞാൻ മന്ത്രിയായതുകൊണ്ട് ഈ കേസിനെ, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസായതുകൊണ്ട് അവരെ ബാധിക്കാം. ഒരു മന്ത്രി പക്ഷം പിടിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതി വലിയ വിഷയമാണ്. അവിടെ തകർക്കട, അവന് അവിടെ തകർത്തിട്ടിട്ട് ഇവിടെ തകർത്തു, യുദ്ധമേ മറ്റേവന് ഇവിടെ തകർത്തിക്കോ, മറ്റേതങ്ങോട്ട് തകർക്കാൻ പറഞ്ഞ ചാനലല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണേലും തകർത്തോ, ഒരു കുഴപ്പമില്ല. യുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചവരാണ്. പാകിസ്ഥാനെ നിങ്ങൾ തോപ്പിച്ച് ശരിയാ. എത്ര അല്ലല്ല, അത് നിക്ക് എത്ര ഇത് പറയാൻ ഇത് പാടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ളതൊന്നും ചോദിക്കരുത്. നിങ്ങൾ എത്ര പോർട്ടുകൾ തകർത്തു? എത്ര പോർട്ടുകൾ പാകിസ്ഥാൻ്റെ നിങ്ങൾ തകർത്തു? ഇന്ത്യ ഗവൺമെൻറ് നയമായിരുന്നോ? അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ചോദ്യമൊന്നും ചോദിക്കരുത്. കാരണം തിരിച്ചു വരും, ചോദ്യം തിരിച്ചു വരും. നിങ്ങൾ മാധ്യമങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 3-ാം സ്ഥാനം അവർ 3-ാം സ്ഥാനത്ത് പോയി. 94 അവർക്ക്. അപ്പോൾ 94 താഴോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം 3-ാം സ്ഥാനം 80. ഇനി 80 താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാ പറയുന്നത്, ഇതുണ്ടല്ലോ, ഇത് ചോദിച്ചു പോകും. ഈ ബൈറ്റിൻ്റെ സമയത്ത് ഇത് ചോദിക്കരുത്. കാരണം വർഷങ്ങളായി ഞാൻ അധികം മാധ്യമങ്ങളൊന്നും തന്നെ അറിയാലെങ്കിലും ഈ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി. മറുപടി കിട്ടിയില്ല. അതായത് അനൂപ് ആന്റണി അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സർക്കാർ എതിർക്കില്ല, പക്ഷെ സർക്കാർ അത് എതിർത്താണെന്നുള്ള കോടതി സംസാരിച്ചത്. അനൂപ് ആന്റണിയുടെ സന്ദർശനങ്ങൾ യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നതിന്റെ അർത്ഥം അല്ലല്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിരിക്കണം. സർക്കാരല്ലത്, പ്രോസിക്യൂഷനാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യം ഇത് ഈ കോടതിക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആ കോടതിയുടെ വിധിയെ ആരെങ്കിലും ചോദ്യം ചെയ്ത് മുകളിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ആൻസറബിളാണ്. അതുകൊണ്ടാണ് അതൊരു നിയമപരമായിട്ടുള്ള സാങ്കേതികത്വമാണ്. അതായത് അനൂപ് ആന്റണിയെ പ്രോസിക്യൂഷൻ വിചാരണ ചെയ്തിട്ടൊന്നുമില്ല. അനൂപ് ആന്റണി തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടോ? BJP അല്ലാതെ ആരെങ്കിലും?